റീസെന്റ് ആയിട്ട് നമ്മളെ ഫിനാൻഷ്യൽ എക്സ്പേർട്സ് തെരഞ്ഞെടുക്കുന്ന നമ്മളെ ഇൻസ്റ്റാഗ്രാം സെലിബ്രിറ്റീസ് ഇപ്പൊ റീസെന്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു മിഞ്ഞാന്ന് നിലനിന്നിട്ട് എനിക്ക് നമ്മളെ ക്ലയൻസിൽ കുറെ ആൾക്കാർ ഒരു വീഡിയോ അയച്ചു തന്നു. എന്താ വെച്ചാല് കാറിന്റെ ക്ലെയിം ചെയ്യാൻ പറ്റും, ITC ക്ലെയിം ചെയ്യാൻ പറ്റും, GSTന്റെ ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ ഓല് പറയണ ഒരു റീസൺ എന്താ വെച്ചാല് ലീസിന്റെ ബേസിൽ നമ്മൾ കാറ് വാങ്ങുക, എന്നിട്ട് ലീസ് വെച്ചിട്ട് നമ്മളിത് ക്ലെയിം ചെയ്യാൻ. അപ്പൊ ഈ വെർട്ടിക്കൽ ബിസിനസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒക്കെ എന്താ, നമ്മളിപ്പോ ഒരു PWD കോൺട്രാക്ടർ, അയാൾക്ക് കാറ് വാങ്ങണതിന്റെ ക്ലെയിം ചെയ്യാന്ന് പറഞ്ഞാൽ അയാൾക്ക് വലിയ ഹെൽപ്പാണ്. നമ്മൾ 10 ലക്ഷത്തിന്റെ കാറ് വാങ്ങി കഴിഞ്ഞാൽ 2,80,000 രൂപയോളം അയാൾക്ക് എമൗണ്ട് റിവേഴ്സൽ കിട്ടുകയാണ് ITC. അത് വെച്ചിട്ട് ടാക്സ് അടച്ച് പോവാം, PWD അല്ല. പക്ഷെ എന്നിരുന്നാലും ഇവര് ഇങ്ങനെ ഈ ഒരു ഇല്ലോജിക്കൽ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാല്, ഇപ്പൊ നമ്മൾ തന്നെ എത്ര വട്ടം നമ്മള് ഇതിന് പോയി ഓഡിറ്റിന് പോയ സമയത്ത് നമ്മൾ തന്നെ എത്ര വട്ടം ഇത് ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മൾ അതിന് ഇത്ര ഫൈൻ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നെ കാണിച്ചു കൊടുത്തത്. ഇതിന്റെ ഒരു പ്രാക്ടിക്കാലിറ്റി ഭയങ്കര പ്രശ്നമല്ലേ ശരിക്കും പറയാനുള്ളത്. കാരണം ആൾക്കാരത് വിശ്വസിച്ച് പോവുകയാണ്, അവർക്ക് ഈ ക്രെഡിറ്റ് കിട്ടുക എന്ന് പറയുന്ന സമയത്ത്. അതെ, ഒരു മെയിൻ ആയിട്ടുള്ള പ്രശ്നം എനിക്ക് തോന്നുന്നത് ഇനി ഇൻസ്റ്റാഗ്രാമില് കൂടുതൽ പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ക്ലിക്ക് ബൈറ്റ് ഇട്ടതാണോ എന്താണെന്നുള്ളത് അറിയില്ല. ഞാൻ അതിന്റെ കമന്റ് സെക്ഷൻ നോക്കി. അപ്പൊ കമന്റ് സെക്ഷനിലെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ലീസ് ആവുമ്പോ 2 കാര്യങ്ങളാണ് അവര് ചോദിക്കുന്നത്. ലീസ് ആവുമ്പോ മഞ്ഞ നമ്പർ ബോർഡ് വേണ്ടേ? അപ്പൊ അവര് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ലീസ് ആവുമ്പോ ഇന്ത്യൻ ഇത് പ്രകാരം മഞ്ഞ നമ്പർ ബോർഡാണ്. ഇറ്റ്സ് എ വെൽ നോൺ ഫോൾട്ട്. ഒന്നെങ്കിൽ മൂപ്പർക്ക് ഒന്നും അറിയില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ആ ഒരു വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ അതെ, 2 രീതിയിലാണ് എടുക്കാൻ പറ്റുക. അതായത് മോർ ദാൻ ഹീസ് അഡ്വൈസിങ് ദിസ് പീപ്പിൾസ്, അതായത് പുതിയ ടാക്സ് കൺസൾട്ടന്റിനെ അഡ്വൈസ് ചെയ്യാം നിങ്ങൾ ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. കാരണം ഒരുപാട് ക്ലയൻസ് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, ഒരുപാട് ആൾക്കാർ അയച്ചിരുന്നു ഇങ്ങനെ എടുത്തൂടെ, അതായത് ഇപ്പൊ നമ്മള് അതെ ഇവരങ്ങനെ പറയുന്നുണ്ടല്ലോ, ആ വീഡിയോ ഒക്കെ എനിക്ക് ഷെയർ ചെയ്ത് തന്നിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ലോജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് സെക്ഷൻ 17 സബ്സെക്ഷൻ 5 CGST ആക്ടിൽ വരുന്ന ഒരു റൂളാണ്. അപ്പൊ അത് പറയണ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഗുഡ്സ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെഹിക്കിൾസ് എടുക്കുകയാണെങ്കിൽ അതിന് ഇൻപുട്ട് ക്ലെയിം ചെയ്യാം. പാസഞ്ചർ ട്രാൻസ്പോർട്ടിനാണെങ്കിൽ 13 പാസഞ്ചേഴ്സിന് കൂടുതൽ ട്രാൻസ്പോർട്ട് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഇൻപുട്ട് ക്ലെയിം ചെയ്യാം. അതെ, ഇനി ഡ്രൈവിംഗ് സ്കൂളാണ് നടത്തുന്നതെങ്കിൽ അതിന് വാഹനം വാങ്ങിയാൽ നമുക്ക് ഇൻപുട്ട് ക്ലെയിം ചെയ്യാം. ഷോറൂംസ് ആണെങ്കിൽ ആ വാഹനം വിൽക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങുന്നത്, അതുകൊണ്ട് ഇൻപുട്ട് ക്ലെയിം ചെയ്യാം. ഇതൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അതെ, പിന്നെ റെന്റലും ലീസിനെയും കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ റെന്റലും ലീസിനെയും കുറിച്ച് പറയുമ്പോൾ റെന്റലും ലീസിംഗ് ബിസിനസ്സും നടത്തുന്നവർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. എക്സാക്ട്ലി. അല്ലാതെ നമ്മൾ നോർമലായിട്ട് എന്തെങ്കിലും ഒരു PWD വർക്ക് ചെയ്യുമ്പോൾ അതിലേക്ക് വാഹനം വാങ്ങിയാൽ അല്ലെങ്കിൽ പേഴ്സണൽ യൂസിന് വാഹനം വാങ്ങിയാലൊന്നും ഇതിൽ ക്ലെയിം ചെയ്യാൻ പറ്റൂല. ഇത് ഇൻകം ടാക്സ് പറ്റും. അതെ, ഇൻകം ടാക്സ് പറ്റും, ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യലും കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷേ GSTയിൽ അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ല. അത് വളരെ തെറ്റായിട്ടുള്ള ഒരു പബ്ലിസിറ്റി ആയി പോയി. അതിനിപ്പോ ക്ലിക്ക് ബൈറ്റ് ആണെങ്കിലും അല്ലെങ്കിലും അത് നമ്മൾ ക്ലാരിഫൈ ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ ചുമതലയാണ്. പിന്നെ സ്വാഭാവികമായിട്ടും അതെ, പിന്നെ പറയാനുള്ള വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇൻപുട്ട് എടുക്കണോ വേണ്ടയോ എന്നുള്ള ഈ പ്രശ്നത്തിൽ ഈ ബേർഡൻ ഓഫ് പ്രൂവിങ് എന്ന് പറയുന്നത് സെക്ഷൻ 155 പറയുന്നുണ്ട്. നിങ്ങളത് ക്ലെയിം ചെയ്യുകയാണെങ്കിൽ നിങ്ങളത് ബിസിനസ്സിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്ന് പ്രൂവ് ചെയ്യേണ്ടത് നിങ്ങളുടെ കടമയാണ്. അല്ലാതെ ഒരു ഫോർച്യൂണറോ അല്ലെങ്കിൽ ഒരു ലാൻഡ് ക്രൂയിസറോ വാങ്ങിയിട്ട് വീടിന്റെ പോർച്ചിൽ ഇട്ടുകൊണ്ട് നിങ്ങൾക്കത് ബിസിനസ്സിൽ ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. സോ അത് വളരെ ഫോൾട്ടി ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് ജനറൽ പബ്ലിക്കിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അവര് ക്ലിക്ക് ബൈറ്റ് ആണോ എന്താണെന്ന് അറിയില്ല, പക്ഷെ അത് അവർ ക്ലാരിഫൈ ചെയ്യേണ്ട, അവരുടെ ഭാഗത്തുനിന്ന് ക്ലാരിഫൈ ചെയ്യേണ്ടത് വളരെ നെസസറി ആണ്. എനിക്ക് തോന്നുന്നത് സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. അതെ, വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. കാരണം നിങ്ങൾ ഇപ്പോൾ കാണുന്നവര് അറിയേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ പബ്ലിക് അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിന്ന് യാതൊരു ബെനിഫിറ്റും കിട്ടുന്നില്ല. ഇപ്പോൾ ITC നിങ്ങൾ ക്ലെയിം ചെയ്തു എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ഇപ്പൊ അതിന്റെ ടാക്സ് ആണ് എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷെ അതിന്റെ പെനാൽറ്റി എന്ന് പറയുന്നത് അതിൽ 18% ഇൻട്രസ്റ്റ് വിത്ത് നമുക്ക് എത്ര പീരീഡ് നമ്മൾ ഈ ക്ലെയിം ചെയ്തിട്ടുണ്ട് അത് തിരിച്ചടയ്ക്കാൻ എത്ര പീരീഡ് നമ്മൾ എടുത്തിട്ടുണ്ട് അത്രയും നമ്മൾ ഇൻട്രസ്റ്റ് പേ ഔട്ട് ചെയ്യണം. അതെ, ഈ 3 വർഷം കഴിഞ്ഞിട്ടാണ് ഈ നോട്ടീസ് വരുന്നത്. അവർ ആൾമോസ്റ്റ് അതിന്റെ ഡബിൾ എമൗണ്ട് അടക്കണം. പിന്നെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു രാജ്യത്തിന്റെ സ്ഥിതി അനുസരിച്ചിട്ട് പെട്ടെന്നൊന്നും നോട്ടീസ് വരാൻ പോകുന്നില്ല. 5-6 വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും നോട്ടീസ് വരാൻ പോകുന്നത്. അതെ, അപ്പൊ ആലോചിച്ചിട്ടിരിക്കുമ്പോൾ നമ്മൾ സന്തോഷത്തിലായിരിക്കും. നമ്മൾ ഇത്രയൊക്കെ ഫണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, സന്തോഷിച്ചിരിക്കുമ്പോൾ ഒരു നോട്ടീസ് അങ്ങോട്ട് വരും. 18% 5 വർഷത്തേക്ക് കൂട്ടിയാൽ തന്നെ 90%. അതായത് നമ്മൾ വെട്ടിച്ച എമൗണ്ടിന്റെ അതേ എമൗണ്ട്, വെട്ടിച്ച എമൗണ്ടും പ്ലസ് അതിന്റെ നമ്മളത് ഡിപ്പാർട്ട്മെന്റിലേക്ക് അയക്കണ്ടേ. 10 ലക്ഷം രൂപ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ 2,80,000 നമ്മൾ 5 വർഷം മുമ്പ് ക്ലെയിം ചെയ്തിട്ടുണ്ട്. 2,80,000
പിന്നെ അതിന്റെ ഇതും പിന്നെ നോട്ടീസ് വന്നിട്ടാണ് അടക്കണെന്നുള്ളതുകൊണ്ട് അതിന്റെ പെനാൽറ്റി നമ്മള് ആക്ച്വലി നിങ്ങൾക്ക് കേൾക്കാൻ സുഖമുള്ള കാര്യങ്ങളൊന്നും ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഈസ് നോട്ട് ഗോൾഡ് എന്നാണല്ലോ പറയാം. നിങ്ങൾക്ക് കേൾക്കാൻ സൗകര്യമുള്ളതും നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാവണമെന്നില്ല. അപ്പൊ എന്തുണ്ടെങ്കിലും നിങ്ങൾ ചെയ്യുന്ന ടാക്സ് അഡ്വൈസർ ആരാണോ അവരോട് ചോദിക്കുക ഇങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടോ. ഇനി അതല്ല അറിയുന്നതെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ബിസിനസ് നടത്തുന്നവർക്ക് ബിസിനസിനെ കുറിച്ചിട്ടും അവിടുത്തെ നിയമങ്ങളെ കുറിച്ചിട്ടും ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് വേണം. അപ്പോൾ നമ്മൾ ആരായാലും ആരെയും കുറ്റം പറയല്ല, ഇപ്പൊ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആയാലും ടാക്സ് അഡ്വൈസേഴ്സ് ആയാലും. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നുണ്ടോ, അതായത് നമ്മളിപ്പോ ഇങ്ങനെ നമ്മളെ ക്ലയൻസിനോട് തന്നെ നമ്മള് പറയുന്നത് അങ്ങനെ ഒരു ബ്ലൈൻഡ് ബിലീഫ് എടുക്കണ്ട. നിങ്ങള് ഇപ്പൊ വേറൊരാൾ ഇപ്പൊ നമ്മളിപ്പോ ഒരു ഡോക്ടർ കേസ് വന്നു, ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു, നമ്മളൊരു എക്സ്പെർട്ട് ഒപ്പീനിയൻ എടുക്കുക. അങ്ങനെ ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ നിങ്ങൾ എടുക്കുക. അഡീഷണലി ആര് പറയണതാണ് കറക്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് പിക്ചർ കിട്ടുമല്ലോ. ഇത് ഒരാൾ പറയണത് മാത്രം വിശ്വസിച്ച് പോകുമ്പോ നിങ്ങൾക്കും പ്രശ്നമാണ്. പക്ഷെ ഇങ്ങനത്തെ കേസസ് ഒക്കെ ദിസ് ഇസ് ലൈക്ക് സിവിയർ ആണെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വലിയ മോണിറ്ററി ഇമ്പാക്ട് ആണ് വരിക. അപ്പോ നമ്മളിപ്പോ നമ്മളുടെ ശരീരത്തിന് വയ്യെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിക്കുന്ന പോലെ നമ്മൾ 2-3 ഡോക്ടേഴ്സിനെ കാണിക്കും. അതേപോലെ നിങ്ങൾ ഇത്തരം ന്യൂസ് ഒക്കെ കേൾക്കുമ്പോൾ 2-3 എക്സ്പേർട്സിനോട് ചോദിക്കുന്നതുകൊണ്ട് യാതൊരുവിധ തെറ്റുമില്ല. കാരണം അത് നിങ്ങളുടെ ബിസിനസ് ആണ്. അതെ, ആഫ്റ്റർ ഓൾ നിങ്ങളുടെ ബിസിനസ് ആണ്, നിങ്ങളുടെ ബിസിനസിനെ ഇംപ്രൂവ് ചെയ്യാനാണ് നിങ്ങൾ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ലോസ് ഡ്രാഫ്റ്റ് ചെയ്യുന്നവര് അത്രയും ബുദ്ധിശൂന്യരായിട്ടുള്ള ആൾക്കാരൊന്നും അല്ല സ്വാഭാവികമായിട്ടും. അപ്പോ ഇതിന്റെ പിന്നിലൊക്കെ ഒരുപാട് ഇത്തരം ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ഇത്തരം പ്രൊഫഷണൽസ് ഒക്കെ ഇരുന്നിട്ടാണ് ഇത് ഡ്രാഫ്റ്റ് ചെയ്യുന്നത്. അതെ, ലൂപ്പ് ഹോൾസ് ഉണ്ട് ഡെഫിനറ്റ്ലി. പക്ഷെ ആ ലൂപ്പ് ഹോൾസ് എന്ന് പറഞ്ഞാൽ ഇത്രയും ബ്ലൈൻഡ് ആയിട്ടുള്ള ലൂപ്പ് ഹോൾസ് ഒന്നും ഉണ്ടാവില്ല. ഇതെനിക്ക് എന്താ തോന്നിയെന്ന് അറിയോ, നമ്മളൊരു GST വന്ന സമയത്ത് ഇതിന്റെ ഒരു ഫുൾ പിക്ചർ കയ്യിൽ ഉണ്ടായിരുന്നില്ലല്ലോ. അന്ന് നമ്മളിങ്ങനെ എടുത്തിട്ട് നമ്മളിങ്ങനെ പലരോടും പറഞ്ഞ സംഗതി നമുക്ക് IT ചെയ്യാം. അതിനുശേഷം ഒരുപാട് അമെന്റ്മെന്റ്സ് ഒക്കെ വന്നിട്ട് IT മൊത്തം ക്ലിയർ ചെയ്തു. പക്ഷെ അന്നത്തെ ഒരു പിക്ചർ വരെയാണ് എനിക്ക് തോന്നുന്നത്. വീഡിയോ ക്രിയേറ്റ് ചെയ്തവരെ കുറിച്ചിട്ട് എനിക്ക് അറിയില്ല. അതിന് ചിലപ്പോ ഇനി പുതുതായി വന്ന ഒരു ഗ്രാസ് റൂട്ടിലേക്ക് ഇറങ്ങാതെ മേൽനോട്ടത്തിൽ മാത്രം അതിനെ ഐഡന്റിഫൈ ചെയ്ത ഒരു ഒപ്പീനിയൻ ആണോ, അതോ ഇനി ഒരു ക്ലിക്ക് ബെയ്റ്റിന് ഇതൊക്കെ കേൾക്കുമ്പോ വണ്ടി എടുക്കാനുള്ളവരൊക്കെ ചാടി അതിലേക്ക് വീഴും എന്നുള്ളതിനെ കൊണ്ട്. കാരണം പക്ഷെ ഒരു കാര്യത്തില് അവര് സക്സസ്ഫുൾ ആണ്, മാർക്കറ്റിംഗ് വഴി ആ വീഡിയോ വിജയിച്ചിട്ടുണ്ട്. കാരണം അത് എല്ലാവരിലേക്ക് എത്തിയിട്ടുണ്ട്. പല ആളുകളുടെയും ഇൻബോക്സിലേക്ക് ക്ലയൻസ് ആ വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതെ, നമുക്ക് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ഡെഫിനറ്റ്ലി അത് ക്ലാരിഫൈ ചെയ്യാന്നുള്ളത് നമ്മളുടെ ഒപ്പീനിയൻ ആണ്, നമ്മുടെ ക്ലയൻസിനായാലും പബ്ലിക്കിനായാലും.